നമസ്കാരം ഗൈസ്, നമ്മളിന്ന് കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. മമ്മീനെ ആക്ച്വലി ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുക. അപ്പോൾ നമ്മൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം മമ്മീനെ ഇന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ആളുടെ കാലിൻ്റെ നീര് കുറച്ച് കൂടി. അപ്പോൾ മമ്മീനെ പറഞ്ഞു ഒന്ന് പോയി നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് വരാം, നാളെ നിങ്ങൾ പോകല്ലേ തിരിച്ച്. അപ്പോൾ നമ്മളിത് കാണാൻ വന്നിരിക്കുക. ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ മറീൻ ഡ്രൈവിൽ വന്നിരിക്കുക. നമ്മൾ കാണാം കൊച്ചി സീ പോർട്ട്. ഞാൻ ദുബായിൽ ആദ്യമായിട്ട് വന്നിട്ട് ജോലി ചെയ്ത ഒരു സ്ഥലമാണ് സീ പോർട്ടിൽ. കോർഫക്കാൻ പോർട്ടിലായിരുന്നു എൻ്റെ ജോലിയായിട്ടും ആദ്യം. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ മറീൻ ഡ്രൈവിൽ വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇത്രയും കേട്ടിട്ടുണ്ട് കൊച്ചിയുടെ മറീൻ ഡ്രൈവിനെ പറ്റിയിട്ട്, പക്ഷെ ആദ്യമായിട്ട് നമ്മൾ വന്നിരിക്കും. നോ, വി ആർ ഗോയിങ് ടു ദാറ്റ് മെട്രോ ടാക്സി. അപ്പോൾ ഇവിടെ ഒരു മെട്രോ ടാക്സി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വില കുറവുണ്ട്. ഇവിടെ നോർമൽ ബോട്ടിന് എനിക്കൊന്ന് 300-400 റുപ്യൊക്കെ അവർ മേടിക്കും ഇങ്ങനെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ. അപ്പോൾ മെട്രോ ടാക്സിയിൽ ഈ 5-10 റുപ്യ എന്നാണ് പറയുന്നത്. അവിടേക്ക് പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ മറീൻ ഡ്രൈവിൽ കൂടെ നേരെ നടന്ന മെട്രോ ടാക്സിയുടെ സ്ഥലമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണാൻ പോകുന്നു. ലെറ്റ്സ് സീ. നമ്മളിവിടെ ഇങ്ങനെ മറീൻ ഡ്രൈവിൽ നടന്നു പോകുന്ന ഒരു സമയത്ത് ഇവിടെ സിൽക്കോൺ എന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റ് കണ്ടു. ഇവിടെ വന്നതാണ് നമ്മൾ, കാരണം മമ്മിക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു നമ്മളപ്പോൾ ഇവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. സംഭവം ഹൈപ്പർ മാർക്കറ്റൊക്കെ അടിപൊളിയുണ്ട്, പക്ഷേ ആൾക്കാരില്ല, ജനങ്ങൾ. ഇവിടെ എങ്ങനെ ആൾക്കാർ വരാനാണ്? നമ്മുടെ ആൾക്കാരെല്ലാവരും ദുബായിലും ഗൾഫിലൊക്കെ അല്ലേ, US-ലും കാനഡയിലൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ ആൾക്കാരുണ്ടാവാനാ? ഉള്ള ആൾക്കാർ അവിടെ ചെന്നിട്ട് പൈസ ഉണ്ടാക്കി ഇവിടെ വന്നിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഇട്ടിട്ട് കാര്യമുണ്ടോ? വാട്ട് ആർ യു ഗൈസ് സെർച്ചിങ്? യാ, ടേക്ക് ഫുൾ പാക്കറ്റ്. ഹൗ മച്ച് ഈസ് ഇറ്റ്? യാ, ടേക്ക് ഇറ്റ്. നമ്മൾ ചൈനനായിട്ട് ഭയങ്കര ദുസ്മൻ എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളതെല്ലാതും ചൈനീസ് പ്രൊഡക്റ്റാണ്. UAE-ൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഇന്ത്യക്കാർ വേറെ രാജ്യത്ത് നിന്നിട്ട് അവർ ബിസിനസ് ചെയ്യണ ലൂലു ഒക്കെ മാതിരി. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സും ഫുള്ള് ചൈനീസ് തന്നെയാണ്. പിന്നെ എന്തിനാണ് ചൈനയായിട്ട് നമ്മൾ തല്ലുപിടിക്കുന്നു പറയുന്നത്? അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ പാക്ക് ചെയ്തിട്ട് വിൽക്കാം. നല്ല അടിപൊളി ഫുഡ് കോർട്ട് കേട്ടോ, വിത്ത് ദ വ്യൂ ഓഫ് നമ്മുടെ ലേക്ക് സീ എന്ന് പറയത്തില്ല, അത് തന്നെ മറീൻ ഡ്രൈവിൻ്റെ വ്യൂ ഫുള്ള്. ബോൾഗാട്ടി പാലസിൻ്റെ വ്യൂ ഉണ്ട് ഇവിടുന്ന്. ദുബായിലെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഹൈപ്പർ മാർക്കറ്റാണ്. എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതുവരെ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. കുറച്ചും കൂടി സമയമെടുക്കും എന്തായാലും, പക്ഷെ ആൾക്കാർ ട്രൈ ചെയ്യേണ്ട ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റ് മാതിരി. പക്ഷെ കൂടുതലും പ്രൊഡക്ട്സ് ഇമ്പോർട്ടഡ് ആട്ടോ, ചൈനീസും പിന്നെ മെക്സിക്കൻ ബനാനാസും അതും ഇതൊക്കെ. നമ്മൾ ആ ഹൈപ്പർ മാർക്കറ്റ് കണ്ട് നേരെ റിലയൻസിൻ്റെ ട്രെൻഡ്സിലേക്ക് വന്നു. ബൈ 3 get 3 ഓഫർ കണ്ടപ്പോൾ നമ്മൾ ഈ യാവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് ടീഷർട്ട്സും ഡ്രസ്സസൊക്കെ മേടിക്കാമെന്ന് വെച്ച് കയറിയതാ. You want? ഇതാണ് ഗൈസ് നമ്മൾ മറീൻ ഡ്രൈവിൽ. ഇവിടെ വാട്ടർ മെട്രോ ഉണ്ട്, അതിൽ കയറാനുള്ള പരിപാടിയാണ് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണ വഴിയാണ് ഇപ്പോൾ. അറ്റ്ലീസ്റ്റ് സംതിങ് ബിഫോർ വി ഗോ ഫ്രം കേരള. ഇന്നൊരു ദിവസം കൂടി ഉള്ളൂ, പിന്നെ നാളെ നമുക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകണേ. നല്ലൊരു വ്യൂ അല്ലേ ഇത്? ബേസിക്കലി മറീൻ ഡ്രൈവിൻ്റെ നല്ലൊരു വാക്ക് വേണത്, നമ്മുടെ കോർണിഷ് മാതിരി. നോ സർ, താങ്ക് യു. സോ ഇവിടെ ഇഷ്ടം പോലെ ബോട്ടുണ്ട് കണ്ട. എത്രയാണ്? 100, 150, 200. ഗ്രൂപ്പ് ബുക്കിംഗ്, കുമാർ ടൂർസ് ആൻഡ് ട്രാവൽസ്. പക്ഷേ നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ടർ മെട്രോ ആണ്. അത് വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ വളരെ വില കുറവാണ് അതിന്. അപ്പോൾ ഇവരിങ്ങനെ നമ്മളോട് വന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എത്ര ബോട്ടിങ് വേണം. നമ്മൾ വേണ്ടാന്ന് പറയുന്നത്. നമുക്കറിഞ്ഞൂടാ വാട്ടർ മെട്രോ എവിടെയാണ്, പക്ഷേ കണ്ടുപിടിക്കണം. നമ്മളിവിടെ ഈ വാട്ടർ മെട്രോൻ്റെ ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു, നല്ല അടിപൊളി ഇത്. സോ ബേസിക്കലി ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് സർവീസാട്ടോ. ഇത് എന്ന് വെച്ചാൽ ടൂറിസ്റ്റുമാർക്ക് ഉപയോഗിക്കാത്, കാരണം ചീപ്പാണിത്. അപ്പോൾ ഈ 3 പേർക്ക് നമ്മളുടെ ടിക്കറ്റ് 120 ആയിട്ടുള്ളൂ ഫോർട്ട് കൊച്ചിക്ക്. ഇതിപ്പോൾ ഈ കാണുന്ന ഇത് കണ്ടില്ലേ ബോട്ടുകൾ അവിടെ ഉള്ളത് എല്ലാതും ഇലക്ട്രിക്കാണ്.
ഇത് നമ്മൾ 3 പേർക്കും, എനിക്ക് യാവിനും പാമിനും 120 മറ്റേ ആ ഭാഗത്തുള്ള ആൾക്കാർ നമ്മളോട് ചോദിച്ചത് 100 രൂപയാണ് പെർ പേഴ്സൺ. 100, 150, പിന്നെ 200 രൂപ ചിലവർ ക്രൂസേഴ്സ്. അതൊക്കെ അവർ ഫുള്ള് ഇങ്ങനെ കറക്കി അവർ നമ്മളെ കൊണ്ടുവരും. 1 മണിക്കൂറിൻ്റെ ടൂറുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ചീപ്പർ. ഇത് 3 പേർക്കും കൂടി 120 മറ്റെന്ന് പറഞ്ഞാൽ 300, 400, 450 രൂപയോളം ആകും. അപ്പോൾ ബേസിക്കലി ഇവിടെ ബോട്ടുകൾ നിൽക്കണണ്ട. ഇതല്ലാതെ ഇലക്ട്രിക് ആട്ടോ, നല്ല അടിപൊളി ബോട്ടുകൾ, ഇലക്ട്രിക് ബോട്ടുകളാണ്. പിന്നെ ഇവിടുത്തെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരുടെ ഈ സെറ്റപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെട്രോ സർവീസസ് തന്നെ, നമ്മളെ റെയിൽ മെട്രോ സർവീസസ് മാതിരി തന്നെ ഇത് വാട്ടർ സർവീസസ്, വാട്ടർ ബോട്ട് സർവീസസ്, വാട്ടർ മെട്രോ. ഇവിടെ LCD സ്ക്രീനിൽ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട്. ഹൈക്കോർട്ട്, ഫോർട്ട് കൊച്ചി, ടൈമിങ് 13:20, പോണ്ടൂൺ നമ്പർ 4. അപ്പോൾ നമ്മളുടെ പോണ്ടൂൺ 4 അവിടെ. Yeah, one by one. You wait for us, Yavin. He's waiting. Yeah, come. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ ബോട്ടുകൾ. കണ്ട, ഇതൊക്കെ EV ആട്ടാ, ഇലക്ട്രിക് വെഹിക്കിളാണ്, ഇലക്ട്രിക് ബോട്ടുള്ളത്. ഇവിടെ ഉണ്ടാവണം. അടിപൊളി അല്ലേ? നമ്മുടെ നാട് പുരോഗമിച്ചു മക്കളെ. I like it. What happened to the leg? അവിടെ ആ മിററിൽ നമ്മൾ കുള്ളന്മാരായി. Take the window. Yes. Nice. Oh, my head's spinning already. This hair, this day. Spinning. Oh, I just got on. എന്ത് രസമൊക്കെ ഗൈസ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ മെട്രോ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് വാട്ടർ മെട്രോ, ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണത്. അടിപൊളി. ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. ലുക്സ് റിയലി നൈസ്. വേണ്ട, ഇതൊക്കെ ഇലക്ട്രിക് ഡോറാണ് ഇത് ഫുള്ള്. പിന്നെ എനിക്കൊന്ന് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെ എനിക്കൊന്ന് ക്യാപ്റ്റൻ മുമ്പിലാണ്. ഇത് പിന്നിലത്തെ ഭാഗമാണ്, എൻജിൻ റൂമൊക്കെ ഉണ്ടോന്നത്. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. ദി AC ഈസ് ഓൾസോ റിയലി നൈസ്. ഇവിടെ കേസ് ഉണ്ട്. ഇവർക്ക് തുടങ്ങി പിക്ചറായിട്ട് സെൽഫി. ഇവിടെ ഒരു വാട്ടർ മെട്രോയിൽ എഴുതിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ. അത് അടിപൊളി. എനിക്കറിഞ്ഞൂടെ ഈ വാട്ടർ മെട്രോൻ്റെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ കയറിയത് ആക്ച്വലി ഹൈക്കോർട്ട് കൊച്ചി വാട്ടർ മെട്രോ. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് എനിക്ക് ഡൗട്ടായി, ഈ ഹൈക്കോർട്ട് ആണോ പിന്നീട് നോക്കിയാണ് വാട്ടർ മെട്രോ എന്ന് കണ്ടത്. നമ്മൾ നീങ്ങി തുടങ്ങി ഗൈസ്. നമ്മുടെ ബോട്ട് നീങ്ങി തുടങ്ങി. യു ക്യാൻ സീ ദാറ്റ്. നമ്മുടെ ബോട്ട് നീങ്ങി തുടങ്ങി. യെസ്. ഓ, നമ്മളിപ്പോഴാണ് കണ്ട ഇത് UV നിയോൺ. ഇത് കണ്ട വൈറ്റ് ഒക്കെ ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞതാ. എല്ലാം തിളങ്ങണ്, വെള്ള കളർ ഫുള്ള്. കാരണം ഇവിടുത്തെ ലൈറ്റ്സ് ഉണ്ടല്ലോ ഫുള്ള് UV ആണ്. അടിപൊളി. നമ്മൾ നീങ്ങി തുടങ്ങി. ഇപ്പോൾ ബേസിക്കലി അനൗൺസ്മെൻറ്റ്സും അതൊക്കെ ഉണ്ട് നമ്മളിവിടെ നീങ്ങുമ്പോൾ. ഇതുണ്ട് ഹൈക്കോടതി കൊച്ചി വാട്ടർ മെട്രോ ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ പേര് ഹൈക്കോടതി കൊച്ചി വാട്ടർ മെട്രോ ആണ്. But your laces are outstanding. Yeah. No, I'll shoot you. Oh, no, it sucks. But my socks is not neon. Yours is neon. Mine is not neon. See, only my socks. Only yeah. See why? That is cheap quality. No, this is from US. Okay. That probably thrift. ഗായ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് 2, 3 വാട്ടർ മെട്രോ, 11, 4, 5, 6, 7. ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ആക്ച്വലി നല്ല സ്പീഡും ഉണ്ട്. കുറെ പോണ്ടൂൺ, ഇഷ്ടംപോലെ പോണ്ടൂൺസ് ഉണ്ട് ഇവിടെ. We are actually happy that we got into this. Yeah, this is nice. പുറത്ത് കുറച്ച് ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേർക്കുണ്ടായിരുന്നു നല്ലോണം, ഉഷ്ണം കാരണം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലേക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞിട്ട് വി ക്യാൻ റോം അറൗണ്ട്, ട്രാവൽ, വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്കൊരു 120 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് ഹൈക്കോർട്ട് ഈ ഏരിയയിലേക്ക് വരണം. അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും നമുക്ക് പോകണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകാം. എനിക്കറിഞ്ഞൂടാ ഇത് എവിടേക്കൊക്കെ ഉള്ളതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അതനുസരിച്ചിട്ട് നമ്മൾക്ക് വി ക്യാൻ പ്ലാൻ അവർ ജേർണി ത്രൂ വാട്ടർ മെട്രോ. സോ ബേസിക്കലി നമ്മളുടെ ദുബായ് മെട്രോ, ഡൽഹി മെട്രോ, അതുമാതിരിയുള്ള ഇവിടുത്തെ കൊച്ചി മെട്രോ, അതുമാതിരിയുള്ള സർവീസ് വാട്ടർ മെട്രോയിൽ ഉള്ളതെന്നുള്ളത്. ഇതാണെന്ന് തോന്നുന്നു ഐലൻഡ് നമ്മളുടെ.
ബോൾഗാട്ടി ഐലൻഡ് ഒക്കെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, പക്ഷേ ഐ തിങ്ക് ദിസ് ഈസ് ഐലൻഡ്. ഇവിടെ റിസോർട്ടും ഉണ്ട്. ഐ തിങ്ക് യു ക്യാൻ റെൻറ്റ് ഔട്ട് ദീസ് പ്ലേസസ്. ഐ ക്യാൻ സീ മെനി ഹൗസസ് ദേ. See the houses there, baby, under the tree. So you can just it's new. It's no, let it sit there. See, they are making new this one now. It's like resort, so you can come stay here. Now beautiful, no, this tree. Tree is Tree is so beautiful. So way beautiful. bigger than- The way natural, yeah. എന്ത് നാച്ചുറൽ ആണെന്ന് നോക്കിയാൽ guys, amazing. Bolgadi Palace. So this is homestay? Yeah, Huh? yeah, resort. Resort. Bolgadi Palace. They are giving this thing in English. Sorry, Malayalam. ഇവർ ബോൾഗാഡി പാലസിനെ പറ്റിയിട്ട് മലയാളത്തിൽ പറയണ്ട, ഇംഗ്ലീഷിൽ പറയണ്ട. ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ, ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. Ja, 이들. Känner mig det. Kerala men also wear like that only. You're not feeling the shake in this, no? Too much? Just going. But is it shaking? No, it's not. Oh my god. No, I said a big charger. Wait, those sounds really well. ഞാനിപ്പോൾ ഇവരുടെ ഇത് കേട്ടു. അവിടെ വല്ലാർപാടം കോട്ട എന്തോന്ന് ഇവിടെ ഇതിൽ യു സോ ദാറ്റ്, യു ഹേർഡ് ദാറ്റ്. യാ, സോ ബേസിക്കലി ഇത് നടത്തുന്നത് ദുബായ് DP വേൾഡ് ആണ്, നമ്മളുടെ ഈ പോർട്ട്. ഇപ്പം ഐ ഡോണ്ട് നോ വൈ ദേ ഗേവ് ഇറ്റ് ടു DP വേൾഡ്. സോ ദുബായ് പോർട്ട് അതോറിറ്റി നമ്മളുടെ കൊച്ചിയിലെ പോർട്ട് ഇവർ നടത്തുന്നത്. Ooh, shipji. It's so huge, no? സോ ഗൈസ് ഇത് കണ്ട, അവിടെയാണ് ഓപ്പൺ സീ. എന്നിട്ട് ഇത് നമ്മുടെ കായലും കടലും മീറ്റ് ചെയ്യണത്. We are going there. ഇന്ത്യൻ നേവിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നമ്മളുടെ ഷിപ്സ്. Now you can feel the effect of the sea, right? I want to plan. Green wala. See how it feels. Then their car also is there. Yeah, this is government. They are going more. Yeah, Look at this. some people work in the island, no? Look at their boats like gone slanted. ഇതാണ് കൊച്ചി സാഗർ ഗൈസ്. ഇതിലാണ് നമ്മുടെ സാധാരണ ആൾക്കാർ ഫോർട്ട് കൊച്ചിയിലേക്കും പിന്നെ ബോൾഗാട്ടിലേക്കും പലയിടത്തൊക്കെ ജോലി ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ബൈക്കും കാറും ഒക്കെ ആയിട്ട് ആ വണ്ടിയിൽ ആ വഞ്ചിയിൽ എന്തെന്നെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റ്സ് ലുക്ക് സംതിങ് ഡിഫറെൻറ്റ് ബട്ട് ഇറ്റ്സ് ഫ്ലോട്ടിങ്. എന്താല്ലേ, നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഇത്രയും കൊല്ലം ഉണ്ടായിട്ട് ഈ സാധനങ്ങൾ നമ്മൾക്ക് കാണാൻ പോലും പറ്റില്ല. Gives me Moana vibes. Moana. This is how they are raising it up. Wow. How much fish? I want to see the fish. So huge, huh? Beautiful, huh? Oh, we are already landing. Oh, sorry, parking. The seagulls. No. Oh, okay, yeah. Because of this one. So finally we are parking now. This is the pontoon. No, this is moving. This is floating. Yeah. Yeah, it's floating. Because why? You see those rubbers? Yeah, I know. It's hitting down this thing. So നമ്മളിപ്പോൾ ഫൈനലി പാർക്ക് ചെയ്യാണ് ഇവിടെ. That is a pontoon. വാട്ടർ മെട്രോ. ഇതാണ് നമ്മളുടെ ഫോർട്ട് കൊച്ചിയുടെ So we are Water coming back metro here station. again, right? So we have to deboard now. Captain അവിടെ കയറ് കെട്ടി തുടങ്ങി. Come, you guys go in the front. Namaskaram. So finally now we are in Fort Kochi.
Yeah, baby, you cannot go there. Just see. See, I told you, you cannot go there. Yeah, I It's know, I will. restricted. So we are in Fort Cochin. അടിപൊളി സ്ഥലം ഗൈസ്, ബ്യൂട്ടിഫുൾ പ്ലേസ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ മെട്രോ സ്റ്റേഷൻ. ആൻഡ് ഇഫ് യു ക്യാൻ സീ ഹിയർ, ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ, ബേസിക്കലി ബോട്ട്. എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ ബേസിക്കലി ഇത് പൈലറ്റിൻ്റെ സ്ഥലം ദേ ഇവിടെയാണ്. ഇവിടെയാണ് പൈലറ്റ് ഇരിക്കുന്നത്. ലൈറ്റ് കാണുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. നൈസ്. 3 പേര്. Thank you. So 1 by 1. Thank you. So എൻട്രിയിലും എക്സിറ്റിലും ബേസിക്കലി യു ഹാവ് ടു യൂസ് ദാറ്റ് കാർഡ്. കാർഡിൻ്റെ ആവശ്യമില്ല. സോ യെസ്, കം. സോ നൗ We can buy this. ഗായ്സ്, നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഫുള്ളി ഓട്ടോക്കാരുണ്ടല്ലോ. ടൂറിസമിൻ്റെ ഫുൾ അറ്റാക്ക്. അവർ സൈറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് ഫുള്ള് ഒന്നും പറയാം. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് വേണ്ട, നമ്മൾ ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ, ഒന്നും പറയണ്ട ഗൈസ്. ഇവിടെ ഇറങ്ങില്ല അപ്പോഴത്തേക്കും പാം തുടങ്ങി അവിടെ. അവൾക്ക് ഈ തുണികൾ കണ്ട വട്ട, അവൾക്ക് വേണ്ട. ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ ഇവിടെ, കാരണം എനിക്കൊന്ന് കുറച്ച് നോട്ട് നാവ് യാവൻ. നമ്മളിറങ്ങിയത് ഇവിടെ കുറച്ച് കറങ്ങി വന്നപ്പോൾ ബസ് സ്റ്റോപ്പ് കണ്ടു. ഇവിടെ കുറേ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നേരെ മന്തി കഴിക്കാൻ പറ്റും, കാരണം പാമിന് മന്തി കഴിക്കണം എന്ന് പറഞ്ഞു. കം ഹിയർ. അപ്പോൾ മന്തിയുടെ ഇവിടെ നമ്മളിത് കണ്ടു, അറേബ്യൻ പാലസ്. അപ്പോൾ നമ്മുടെ ലഞ്ചിന്ന് നമ്മൾ ഇവിടെ നിന്നാക്കാം. അപ്പോൾ എന്തോ വാങ്ങിക്കൊണ്ട് നമുക്ക് ഗായ്സ് ഇതണ്ട എന്ത് രസമാണെന്ന് നോക്കി. ഈ മരം മാത്രമല്ല, മരങ്ങൾ അതിൻ്റെ എത്ര പഴയ മരങ്ങളാണ് നോക്കി. നമ്മളിവിടെ കണ്ടത്. ഇവിടെ നമുക്ക് മന്തി കഴിക്കാം. ഗായ്സ്, നമ്മൾ മട്ടൻ മന്തി ഓർഡർ ചെയ്തു. ഞാനും യാവനും കൂടി എടുക്കാൻ വേണ്ടിയിട്ട്. യെസ് യാവൻ, ടേക്ക് ഇറ്റ്, അറ്റാക്ക്. I don't know how to use it. അടിപൊളി മട്ടൻ മന്തി. ഇത് എരി പെരി എന്ന് പറഞ്ഞിട്ട് അൽഫഹാം മട്ടൻ മന്തി. You put it from your cup. പാം ചിക്കൻ്റെ എടുത്തത്. ബ്രിങ് എ പ്ലേറ്റ് ക്ലോസ്. What is this? മട്ടൻ. Meatball. We told them to make it a little bit spicy, but they said it can only be medium spicy. Eat that first. Thank you. I'll serve you and What then is you that? can take video. What is that? What is that? Spicy. You guys have to finish, okay? Wow. It's wow. What a mismira. What a Miss Mira. Tastes so It's good. so tender. Yeah, that's what I said. They give him also no piece. No, don't put all the piece first all together. Don't put all together piece first. No problem, it's okay. I'll break it apart. Only 2 pieces left, okay? You put the piece and I'll just put rice once. For you? Yeah. That's it. Yeah, nice. ഫാമിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ മന്തി, അതിൻ്റെ ഒപ്പം ഒരു കുബൂസ് കിട്ടിയിട്ടുണ്ട്. റൈസ് വരണ്ടെന്ന് പറഞ്ഞു. ചാർക്കോൾ ബട്ട് മന്തി ഈസ് വിത്ത് റൈസ്, ബേസിക്കലി ഇറ്റ്സ് കമ്മിങ്. നമ്മളങ്ങനെ മന്തിയൊക്കെ കഴിച്ച് പിന്നെ അവിടെ പുറത്തിറങ്ങിയപ്പോൾ അതേ കിടക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ. ഇവിടെ ബേസിക്കലി ഓട്ടോറിക്ഷക്കാരൻ നമ്മൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ടൂർ ഗൈഡും എല്ലാതും അവർ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച്, കാരണം നമ്മൾക്ക് സ്ഥലങ്ങൾ അറിഞ്ഞൂടല്ലോ. അപ്പോൾ ആൾ നമ്മളെ അവിടെ ഉള്ള എല്ലാ സ്ഥലവും കൊണ്ടുപോയി. ഏറ്റവും ആദ്യം കൊണ്ടുവന്നത് നമ്മളെ സെയിൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്. ഇത് വളരെ പഴയൊരു ചർച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ വളരെ ആയിട്ട് അങ്ങോട്ട് വലുതാവും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് വന്നത് ഈ CSI ചർച്ച്. മോസ്റ്റ് ഓഫ് ദി സ്ഥലങ്ങളിൽ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. സ്പെഷ്യലി ചർച്ചും എന്ന് വെച്ചാൽ നമ്മുടെ പ്രെയർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ. ചിലതൊക്കെ ഞാൻ എടുത്തു, അവർ പെർമിഷൻ തന്നു. ബാക്കിയുള്ളിടത്തൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ പിന്നെ ഓട്ടോറിക്ഷയിൽ അവർ അവിടെ ഉള്ള ഫോർട്ട് കൊച്ചിയിലുള്ള സ്ഥലങ്ങൾ കാണിക്കുന്നതിന് 1 മണിക്കൂറിന് 300 രൂപയാണ്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് വർത്ത് ഇനഫ്, കാരണം കുറേ സ്ഥലങ്ങൾ അയാൾ നമ്മളെ കൊണ്ടുപോയി കാണിക്കുകയായിരുന്നു.
ഗൈസ് ഞാനിപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് ഇതിൽ നിന്ന് കഴിഞ്ഞ് വന്നുള്ളൂ. നമ്മൾ അത് കണ്ടു. ഇപ്പോൾ ഇത് ഡച്ച് സെമിട്രി വേണ്ട, ഇതൊക്കെ പണ്ടത്തെ ഡച്ച് ആൾക്കാർ അവരുടെ സെമിട്രി ഇത് വേണ്ട. എത്ര കൊല്ലം പഴക്കമുള്ള ഇതാണെന്നറിയാം. ഞാൻ കേരളത്തിലുണ്ടായിട്ട് ഇതുവരെ, ഇന്ത്യയിലുണ്ടായിട്ട് ഇതുവരെ ഇതൊന്നും വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിത് ഈ ബീച്ച് ഏരിയയിൽ വന്നു. ഇപ്പം ഇവിടെ നമ്മളുടെ ഓട്ടോറിക്ഷക്കാരൻ പറയുന്നത് പണ്ട് ആൾ ഈ ആവിൻ്റെ വയസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇവർ ഇവിടെ കുളിക്കാൻ വരും. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ ഇതൊക്കെ കാണില്ല, നമ്മൾ ഈ ഇന്ത്യൻ ഓയിലിൻ്റെ ഇതൊക്കെയാണ് അത് കാണുന്നത് അവിടെ പെട്രോളിയം. അപ്പോൾ ഇതൊക്കെ ബീച്ചൊക്കെ ഇത് ആ കപ്പൽ കാണില്ല, ആ ഭാഗത്തൊക്കെ ആയിരുന്നു അത്ര. അവിടെ വരെ നടന്നു പോയാൽ എത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം കടൽ ഇങ്ങോട്ടേക്ക് വന്നു. എന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും കടൽ തിന്നുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിൻ്റെ. സത്യം പറഞ്ഞാൽ ഓരോരോ ഭാഗങ്ങളിൽ ചെറുതായി വരണം. കാരണം കടലിൻ്റെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കൊല്ലവും. അതാണ് ആളിപ്പോൾ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഇതെല്ലാതും ബീച്ചിൻ്റെ ഏരിയ ഭയങ്കരമായിട്ട് നമ്മുടെ ലാൻഡ് തിന്നുകൊണ്ടിരിക്കുകയെന്ന് അത്ര. ഇതാണ് ഗൈസ് ജ്യൂസ്, പണ്ടത്തെ ജ്യൂസ് ഇവിടെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇത് സിനഗോഗുള്ള സ്ഥലമാണ്. ഇത് ഇവിടുന്ന് നേരെ ഇവിടെ എത്തിയപ്പോഴത്തേനും പിന്നെയും മഴ തുടങ്ങി. ഒന്നും പറയണ്ട, ശരിക്കൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. Masala dosa. You want dosa? ദോശ തേരാ. 95 But how much you will give? I want to take two. അപ്പോൾ പണ്ടത്തെ ജൂതന്മാരുടെ ഇവിടെ സിനഗോഗ് ഇവിടെയായിരുന്നു. വെച്ചാൽ പള്ളിയുടെ മാതിരി തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അവർ സിനഗോഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചൊന്നും നടക്കണം നമ്മുടെ ഓട്ടോറിക്ഷ അവിടെ നിർത്തി. ഇവിടേക്ക് വണ്ടിയൊന്നും പോകാൻ സമ്മതിക്കില്ല അവർ. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പണ്ടത്തെ ജൂതന്മാരാരും ഇല്ല എന്നാണ് പറയുന്നത്. ഇത് കണ്ട് ഇവിടുത്തെ ഫുള്ള് കാർവിങ്ങും വുഡൻ കാർവിങ്. ലോറൻസ് ഹാൻഡിക്രാഫ്റ്റ് സിൻസ് 1968 ജൂ ടൗൺ. സോ ബേസിക്കലി ഇവിടേക്ക് വരുമ്പോൾ അവർ ഓട്ടോവും വണ്ടിയൊന്നും ഇവിടെ സമ്മതിക്കില്ല വരാൻ. ഓൾമോസ്റ്റ് 100-150 മീറ്റേഴ്സ് നമ്മൾ നടന്നു പോകണം ഉള്ളിലേക്ക്. എന്നാലേ നമുക്ക് ആ സിനഗോഗിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഈ പണ്ടത്തെ ജൂതന്മാർ ഇവരുടെ വഴികൾ ഇപ്പോഴും അത് ഇസ്രായേലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വഴിയിൽ ഇങ്ങനത്തെ വളരെ നാരോ റോഡ്സാണ് അവരുണ്ടാക്കിയിരുന്നത്. കണ്ടില്ലേ? പക്ഷെ നല്ല രസമുണ്ട്. ഇറ്റ്സ് സോ ക്ലീൻ ആൻഡ് സോ നീറ്റ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രി ഫോർ വെഹിക്കിൾസ്. ഇവിടെ കോഫി ഉണ്ട്. ഇവിടെ എൻട്രൻസ് ഫീ 10 റുപ്യാണ്. ചിൽഡ്രൻ അബവ് 5 years 10 rupees. ഫോട്ടോഗ്രാഫി മാത്രമേ അലൗഡുള്ളൂ, വീഡിയോഗ്രാഫി അലൗഡല്ല. അപ്പോൾ നമ്മളുള്ളിൽ പോണില്ല. അപ്പോൾ ഗൈസ് അധികം ബേസിക്കലി ഇത് എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉള്ളിൽ ഇപ്പോൾ കയറുന്ന വെച്ചാൽ വീഡിയോഗ്രാഫി സമ്മതിക്കില്ല. ഞാൻ നേരത്തെ ചർച്ചിൽ പോയപ്പോൾ അത് അവർ വീഡിയോഗ്രാഫി സമ്മതിച്ചില്ല, ഫോട്ടോ എടുത്തോളം പറഞ്ഞു. അപ്പോൾ പിന്നെ പോയിട്ട് കാര്യമില്ല, നമ്മളുടെ വീഡിയോയുടെ കണ്ടൻറ്റാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ആർട്ട് നല്ല അടിപൊളി വീട്ടിൽ നമ്മൾക്ക് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട്. മലബാർ എംപോറിയം ജൂ ടൗൺ. ഇവർ ഫോട്ടോ എടുക്കാനാണ് ഞാൻ എൻ്റെ വ്ളോഗ് ചെയ്യാൻ നിൽക്കുന്നത്. ഇവർക്ക് എൻ്റെ ക്യാമറ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് തൂത്തരില്ല. അപ്പോൾ എന്നോട് വഴക്കിട്ടിരിക്കുക കാണണം. അങ്ങനെ ഞങ്ങൾ കൊച്ചി ഫോർട്ട് ഓൾമോസ്റ്റ് പകുതി കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സിസ്റ്ററിൻ്റെ കോൾ വന്നു. നമുക്ക് തിരിച്ചു പോകേണ്ടി വരും, ഭയങ്കര മഴ അവിടെ പെയ്യുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. മമ്മീനെ കണ്ടിട്ട് പിന്നെ യാത്രയും പറഞ്ഞ് പോകേണ്ടി വരും. കാരണം മമ്മീനെ അവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്കിഞ്ഞു മമ്മീനെ അവിടെ നിന്ന് പിന്നെ കാണാൻ പറ്റില്ല. നാളെ നമ്മളുടെ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര 11:45 രാത്രി.
പക്ഷെ നമുക്ക് രാവിലെ തന്നെ ഇറങ്ങേണ്ടി വരും, കാരണം വീടിൻ്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് മൈ വ്ളോഗ്. പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്, ലൈക്കിംഗ് ആൻഡ് കമൻറ്റിങ് ഓൺ മൈ വ്ളോഗ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.